കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഗസറ്റഡ് ഡേറ്റ് 30/6/2026 ഗസറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 5/8/2026 വരെ കേരള PSCന്റെ വെബ്സൈറ്റിലൂടെ ഈ കാണുന്ന നമ്പർ നിങ്ങൾ കണ്ടോ 054/2026. അപ്പോൾ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ കേരള PSCന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡിലേക്കാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ 20,000 മുതൽ 45,800 വരെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണ്. നിലവിൽ കൃത്യമായിട്ടുള്ള വേക്കൻസി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാം. 18 to 40 വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായം. 2/1/1986 അതുപോലെ 1/1/2008 ഈ ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള OBCക്ക് 3 വർഷത്തെയും അതുപോലെ തന്നെ SC ST വിഭാഗത്തിന് 5 വർഷത്തെയും പ്രായത്തിലിളവും കൂടി നൽകുന്നുണ്ട്. അതായത് SC STക്ക് ഏകദേശം 45 വയസ്സ് വരെയൊക്കെ അപേക്ഷിക്കാൻ സാധിക്കും. ദെൻ ഇതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കുകയാണെങ്കിൽ BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എ പാസ് ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ലോവർ KGTE MGTE ഓർ ഇറ്റ്സ് ഇക്വാലൻ്റ് യോഗ്യത ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. അത് ഇക്വാലൻ്റ് യോഗ്യത എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ യോഗ്യത ഉണ്ടെങ്കിൽ അല്ലെ ഇതിൻ്റെ തത്തുല്യ യോഗ്യത ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കേരള PSCന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അപേക്ഷിക്കുന്നിടത്ത് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അവിടെ ഇക്വാലൻ്റ് യോഗ്യത കൂടി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ ഡിഗ്രിയും അതുപോലെ ഈ പറഞ്ഞ യോഗ്യതയും ഉള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്.